Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? കംപ്ലീറ്റ് ആവാറായില്ലേ? ലാസ്റ്റ് ഭാഗമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? പ്രോബ്ലം സിറ്റുവേഷൻസ് എടുത്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് ആയില്ലേ പ്രോബ്ലം സിറ്റുവേഷൻസ്? Then policy and procedures that can be applied in dietary. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞോളൂ അല്ലെ? പൂർത്തിയായിരുന്നോ? കംപ്ലീറ്റ് ആയിരുന്നു അത്? ഇല്ല. ഓക്കെ, ശരി. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. ഓക്കെ ഓക്കെ, ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഒന്നുകൂടി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, അത് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് തുടങ്ങി ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. ഒരു ഡയറ്ററിയുമായി ബന്ധപ്പെട്ട്, ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോളിസികളും പ്രൊസീജിയേഴ്സും ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കുന്ന, തയ്യാറാക്കുന്ന, വിതരണം ചെയ്യുന്ന ഭക്ഷണ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ തന്നെയാണ്. അദ്ദേഹമാണ് ആ ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും കൃത്യമായിട്ടാണോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് powers of emergency purchases should be given to the officer in charge. എന്തെങ്കിലും ഒരു എമർജൻസി പർച്ചേസ് ആവശ്യമായി വന്നാൽ, ഓൾറെഡി എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഐറ്റംസ് ചിലപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവുന്നില്ല, സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലോക്കൽ പർച്ചേസോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമായി വന്നാൽ, അതിനൊരു അങ്ങനെ ഒരു എമർജൻസി പർച്ചേസ് ആവശ്യമായി വന്നാൽ അതിനുള്ള അധികാരം ആർക്ക് നൽകണം എന്നാ പറയുന്നത്? അവിടെ ഇൻചാർജിലുള്ള ഓഫീസർ ആരാണോ അവർക്ക് അതിനുള്ള അധികാരം നൽകുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. തേർഡ് പോയിന്റ് പറഞ്ഞാൽ a team consisting of 3 to 4 members should inspect the food items received. അപ്പൊ അവിടെ ഫുഡ് ഐറ്റംസ് തയ്യാറാക്കുന്ന ഭക്ഷണമാവാം, അപ്പൊ അത് വിതരണം ചെയ്യണം. അതിന് മുൻപായിട്ട് ആ ഫുഡ് അതുപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി 3-4 മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ അടങ്ങിയ ഒരു ടീമിനെ തിരിക്കുക. ആ ടീം ആയിരിക്കണം ഇപ്പൊ പർച്ചേസ് ചെയ്ത് വരുന്ന സാധനങ്ങൾ ക്വാളിറ്റി നോക്കി കൃത്യമായിട്ടുള്ള അളവ് തന്നെയാണോ എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തയ്യാറാക്കുന്ന ഫുഡ് അതിൻ്റെതായ കൺസിസ്റ്റൻസിയിലും അളത്തി പ്രകാരം തന്നെയാണോ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാനായിട്ട് ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീമിനെ സജ്ജീകരിക്കുക. Then fourth one പറയുന്നത് everything should be correctly maintained and clean. എല്ലാ ഐറ്റംസും എല്ലാ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തില് എങ്ങനെയാണെങ്കിലും വളരെ വൃത്തിയുള്ളതും അതുപോലെ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തായിരിക്കണം സൂക്ഷിക്കേണ്ടത് എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. Then next one ആണ് proper sanitation and cleanliness that include rodent control measures should be noticed. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഭക്ഷണം പാകം ചെയ്യുന്ന ഇടങ്ങള് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട് റൊഡൻസ് അല്ലെങ്കിൽ എലിശല്യങ്ങൾ കൂടുതലായിരിക്കും അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും എലിശല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും അതിനനുസരിച്ച് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളും വളരെ വൃത്തിയുള്ളതും ശുചിത്വപൂർണവുമായിട്ട് നിലനിർത്തുക.
Then next point, supervisory staff should be ready in the patient's kitchen throughout all working hours and the work schedule should be arranged properly. ഇവിടെ സൂപ്പർവൈസറി സ്റ്റാഫ്, അവിടെ സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും ഒരു പേഷ്യൻസിന് കിച്ചണുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫുഡ് നമ്മൾ തയ്യാറാക്കി നൽകണമെങ്കിൽ അതിന് മതിയായിട്ടുള്ള ജീവനക്കാര് അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ കിച്ചൺ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് അവേഴ്സില് എപ്പോഴും അവിടുത്തെ സൂപ്പർവൈസറി സ്റ്റാഫുകൾ എപ്പോഴും എന്തിനായിരിക്കും? ഷുഡ് ബി റെഡി, എപ്പോഴും റെഡി ആയിരിക്കണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി, എപ്പോഴും അവിടെ സ്റ്റാഫുകളുടെ ലഭ്യത ഉണ്ടായിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് ഓരോരോ സെക്ഷനുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അറേഞ്ച് ചെയ്ത് നൽകുക. ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെ ഒരു ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അതിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അനുവദിച്ച് നൽകുക. അപ്പൊ അതിനനുസരിച്ച് ഏത് സമയത്തും ആ ഒരു കിച്ചണുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സ്റ്റാഫുകൾ എപ്പോഴും റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ the ward should be visited by a dietitian every day. എല്ലാ ദിവസവും വാർഡ് ഒരു ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സന്ദർശിക്കണം. അപ്പൊ അവർ സന്ദർശിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് പ്ലാൻ അവർക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് ശരിയാവുന്നുണ്ടോ, അതിലൂടെ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വാർഡ് സന്ദർശിക്കേണ്ടതാണ്. അതുപോലെ സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമൈൻഡ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ടൈമിംഗ് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇത് കൃത്യമായിട്ട് നിർണയിച്ചിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം അവിടുത്തെ സ്റ്റാഫുകളുടെ വർക്കിംഗ് അവേഴ്സും ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാനുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. ഇപ്പൊ വാർഡുകളില് ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനെ പരിശോധിക്കണം കൃത്യമായിട്ട്, അതാത് വ്യക്തികൾക്ക് തന്നെയാണോ ആ ഒരു ഭക്ഷണം കിട്ടുന്നത്, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള മെനു അനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണോ ഓരോ വ്യക്തികൾക്കും മാറിപ്പോവാം, അല്ലെ? വിതരണം ചെയ്യുന്ന സമയത്ത് ഇതിൽ മാറിപ്പോവാം. അങ്ങനെയുള്ള മാറിപ്പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അത് പരിശോധിക്കുകയും അത് മേൽനോട്ടം വഹിക്കേണ്ടതും ആ വാർഡിലെ ഇൻചാർജ് ആയിട്ടുള്ള നേഴ്സാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡൗട്ട്സ് എന്തൊക്കെയുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ ശരി. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയേ. ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മുടെ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് ഡയാലിസിസ് സർവീസസ്. ഓക്കെ, ഡയാലിസിസ് സർവീസസ് കേട്ട് കാണുമല്ലോ. ഡയാലിസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സും ഒക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഡയാലിസിസ് കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യാറ്? കിഡ്നി അല്ലെ? കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിലും എന്താണ് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ യൂസ്, ഒരു ട്രീറ്റ്മെന്റ്, ഈ ഒരു ഡയാലിസിസ് സർവീസ് ആർക്കൊക്കെ ഉപയോഗപ്രദമാണ്, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഉണ്ട്, അതിന്റെ സൈഡ് എഫക്ട്സുകൾ എങ്ങനെയൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഒരു ഡയാലിസിസ് സർവീസുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് തന്നിരിക്കുന്നത്. ആദ്യം ഒരു ഡയാലിസിസ് സർവീസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കണം? ഇതുമായി ബന്ധപ്പെട്ട ഓർഗനാണ് കിഡ്നി.
അല്ലെ? ഇപ്പൊ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സർവീസ് ആണ്. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ കിഡ്നിയെ കുറിച്ച് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ യൂസസും അതുപോലെ തന്നെ അതിന്റെ മറ്റ് പ്രത്യേകതകളും ടൈപ്സും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തില് കുറച്ച് കാര്യങ്ങൾ പറയുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? വെരി ഇമ്പോർട്ടന്റ് ആണ് പറയുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഇൻട്രൊഡക്ഷനില് ഫസ്റ്റ് തന്നെ പറയുന്നത് the kidneys are the organs that purify the blood by removing waste and excess fluid from your body. നമ്മുടെ ബോഡിയിൽ നിന്നും എക്സസ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഫ്ലൂയിഡ് മുതലായവയൊക്കെ റിമൂവ് ചെയ്യുക, അല്ലെ? ബോഡിയിലെ ബ്ലഡിൽ നിന്ന്, അല്ലെ? നമ്മുടെ ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേസ്റ്റസ് ആയിക്കോട്ടെ ഒക്കെ റിമൂവ് ചെയ്ത് നമ്മളെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ഒന്ന് ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടേ. The kidneys are the organs that purify the blood by removing waste and excess fluid from your body. എന്തിനു വേണ്ടിയാണ്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ് കിഡ്നി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്? ബ്ലഡിൽ നിന്നും വേസ്റ്റസിനെ റിമൂവ് ചെയ്യുന്നു, എക്സസ് ഫ്ലൂയിഡ്സിനെ റിമൂവ് ചെയ്യുന്നു. അതിലൂടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള വേസ്റ്റ്, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തു അല്ലെ? ഇതിന് ശേഷം ആ എക്സസ് ഫ്ലൂയിഡും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? എവിടെ വന്ന് സ്റ്റോർ ചെയ്യും? കിഡ്നി പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞ് എലിമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ വേസ്റ്റസിനെയും യൂറിനറി ബ്ലാഡറിൽ, അല്ലെ? യൂറിനറി ബ്ലാഡറിൽ എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്യുന്നു, അല്ലെ? യൂറിനറി ബ്ലാഡറിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുക, അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സെന്റൻസ് നോക്കിയേ. This waste is sent to the bladder for elimination when you urinate. അപ്പൊ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. എങ്ങനെയാ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്? ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി. ഇനി ഇങ്ങനെ കിഡ്നി പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിക്കോട്ടെ, വേസ്റ്റ് ആയിക്കോട്ടെ, അത് എങ്ങോട്ട് പോകും? അത് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. കിഡ്നിയുടെ പ്രവർത്തനങ്ങളിൽ ഏത് ഓർഗനാണ് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, then dialysis is a kind of treatment that removes extra fluid and waste products from blood when the kidneys are not able to. അണ്ടർലൈൻ ചെയ്തിട്ടേത് ആ ഒരു സെന്റൻസ് ഏത് ട്രീറ്റ്മെന്റ് ആണെന്ന് ചോദിക്കട്ടെ. ഡയാലിസിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇതൊരു തരത്തിലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ദാറ്റ് റിമൂവ്സ് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ബ്ലഡ് when the kidneys are not able to. കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ കാര്യമുണ്ടോ? കാരണം എന്താ? കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കിഡ്നി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തോളും, അല്ലെ? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, അതിലുള്ള എക്സസ് ആയിട്ടുള്ള എന്താണ് ഫ്ലൂയിഡും വേസ്റ്റും ഒക്കെ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ബോഡിയിലെ കിഡ്നിക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നാൽ, അല്ലെ? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റാതെ വന്നാൽ അപ്പോ നമുക്ക് നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിലെ ഫ്ലൂയിഡ്സും അത് എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കിഡ്നിക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ കിഡ്നി പ്രവർത്തിക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിലൂടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും അതിലെ വേസ്റ്റസ് അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്
ഡയാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് എഫക്റ്റീവ്ലി in 1940s and become a standard treatment for kidney failure starting in the 1970s. ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് വന്നത് 1940s പോലും അത് കിഡ്നി ഫെയിലിയറിന് വേണ്ടി ഒരു നിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത് 1970കളിലായിരുന്നു അതിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. So following these millions of patients have been benefited by this treatment. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് വന്നതോടുകൂടി ഒരുപാട് ആളുകൾ അല്ലെ മില്യൻസ് ഓഫ് പീപ്പിൾ ഇതിന് പ്രയോജനകരമായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിലെ 2 പോയിന്റ്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഒന്നാമത്തത് ഫസ്റ്റ് സെന്റൻസ് ആണ് കിഡ്നി അല്ലെ kidneys are the organs that purify the blood by removing waste and excess fluid from your body. നമ്മുടെ ബോഡിയിലെ എക്സസ് വേസ്റ്റസിനെയും അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കിഡ്നി പ്യൂരിഫൈ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന വേസ്റ്റസും അതുപോലെ ഫ്ലൂയിഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, യൂറിനറി ബ്ലാഡറിൽ പോയി സ്റ്റോർ ചെയ്യുകയും അത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് dialysis is a kind of treatment that removes extra fluid and waste products from blood when the kidneys are not able to. കിഡ്നിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ല, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും അതിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്സും വേസ്റ്റസും ഒക്കെ റിമൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സാ മാർഗമാണ് ഡയാലിസിസ് എന്ന് പറയാം. അപ്പൊ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡയാലിസിസ് ആദ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് വന്നത് 1940s പോലും ഒരു കിഡ്നി ഫെയിലിയറിന് വേണ്ടി ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത് അത് ആരംഭിച്ചത് 1970കളിലായിരുന്നു. ഇപ്പൊ നിലവിൽ ഒരുപാട് ആളുകളെ ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. വേഗം ആ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ശരി, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്. ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. ഡയാലിസിസ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാവുന്നവരുണ്ട്, ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യുന്നവരുണ്ട്, ഓർ അറ്റ് ഹോം വീടുകളിലോ ചെയ്യാവുന്നതാണ്. അപ്പൊ 3 മെത്തേഡുകളാണ്. The doctor will determine which type of dialysis and the best place based on medical condition. അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അല്ലെ ഏത് തരത്തിലുള്ള ഡയാലിസിസ് ഇവർക്ക് വേണം, ഏത് സ്ഥലമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതാണോ ബെസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യുന്നതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ഡയാലിസിസ് ആയിരിക്കണം ചെയ്യേണ്ടത്, അതൊക്കെ എപ്പോഴും ആ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് അത് നിർണ്ണയിക്കുന്നത്. Then the length of dialysis treatment relay body size, the amount of waste in the body and present state of health. അതുപോലെ തന്നെ എത്ര സമയം അല്ലെങ്കിൽ എത്ര നാൾ ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് നമുക്ക് അതിന്റെ ലെങ്ത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാള് ചെയ്യണം എന്നുള്ള, ചിലർക്ക് എന്താണോ ഒരു ദിവസം ഇടവിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം, ചിലർക്ക് 2 ദിവസം കൂടുമ്പോഴായിരിക്കും ചെയ്യുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ അവരുടെ ബോഡിയുടെ സൈസിന്റെ അടിസ്ഥാനത്തില് എത്രത്തോളം എമൗണ്ട് ഓഫ് വേസ്റ്റ് ആണ് അവരുടെ ബോഡിയിൽ ഓരോ ദിവസവും അക്യുമുലേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം വേസ്റ്റ് എമൗണ്ട് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്
അവരുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിനെയൊക്കെ ആശ്രയിച്ചാണ് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ലെങ്ത് അല്ലെങ്കിൽ എത്ര ദൈർഘ്യത്തിൽ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നും തീരുമാനിക്കുന്നത്. ആ ഒരു സെക്കൻഡ് പാരഗ്രാഫില് ആകെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നവരുണ്ട്, ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാവുന്നതാണ്. അത് ആരാണത് തീരുമാനിക്കുന്നത്? അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. ആ ഡോക്ടർ അവരുടെ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷനെ പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ഡയാലിസിസ് അവർക്ക് വേണം, അതുപോലെ ഏത് സ്ഥലമാണ് അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇടം ഏതാണ്, അത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്നത് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും. 3ാമത്തെ സെന്റൻസിൽ പറയുന്നത് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് അല്ലെങ്കിൽ എത്ര ദൈർഘ്യത്തിൽ എത്ര നാള് നമ്മളത് ചെയ്യണമെന്ന് ആശ്രയിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പേഷ്യന്റിന്റെ ബോഡി സൈസ്, അവരുടെ നിലവിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് വേസ്റ്റ് ആണ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുന്നത്, അതിനനുസരിച്ചാണ് ഏത് ടൈപ്പ് ഓഫ് ഡയാലിസിസ് വേണം, എത്ര ലെങ്ത് ഓഫ് ട്രീറ്റ്മെന്റ് എത്ര ലെങ്തിൽ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതിന്റെ ബേസിസിലായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ടെക്സ്റ്റ് കിട്ടിയായിരുന്നു എല്ലാവർക്കും? ടെക്സ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടോ? നീ വാങ്ങാത്തവരുണ്ടോ? കിട്ടി, ഓക്കെ, ശരി. ഓർഡർ ചെയ്തിട്ടാണോ കിട്ടാത്തെ? വിജയലക്ഷ്മി, ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. വാങ്ങിയിട്ടില്ല, വാങ്ങണം കേട്ടോ. ടെക്സ്റ്റ് വേണം. നമുക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഇമ്പോർട്ടൻസ് പറയുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനും പിന്നീട് പഠിക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം, വാങ്ങാത്തവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, വാങ്ങാം കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് ഡാൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മള് യൂസസ് ആണ് കേട്ടോ നോക്കുന്നത്. ഒരു ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അപ്പൊ ഡയാലിസിസിന്റെ പ്രധാനപ്പെട്ട 2 സിറ്റുവേഷൻസ്, അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അത് പ്രയോജനകരമാവുന്ന 2 പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ആണ് താഴെ പറയുന്നവ. ആ 2 സിറ്റുവേഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് എങ്ങനെ. ഫസ്റ്റ് വൺ ആണ് ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യൻസ് who have recently lost kidney function, that is acute renal failure. ഇവിടെ ഡയാലിസിസ് പ്രയോജനകരമായിട്ടുള്ള 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ സാഹചര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യൻസ് who have recently lost kidney function. അതായത് പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാരണത്താൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് പ്രയോജനപ്പെടുന്നു. ലെങ്തോ അതിന്റെ ചോദിക്കാവുന്ന ഭാഗം, അതിൽ ചോദിക്കാവുന്നത് the length of dialysis treatment rely on dash എന്ന് ചോദിക്കാം. അപ്പൊ ബോഡി സൈസ് ഓപ്ഷൻ ഉണ്ടാവാം, the amount of waste in the body ഉണ്ടാവാം, and third one present state of health എന്നായിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി all of the above ആയിരിക്കും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. നോക്കി യൂസസില് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യന്റ് who have recently lost kidney functions. അതായത് അടുത്തിടെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താല് ഒരു പേഷ്യന്റിന്, ഒരു വ്യക്തിയുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നഷ്ടമാവുകയാണെങ്കിൽ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ബെനിഫിഷ്യൽ ആയിട്ട് വരാറുണ്ട്. അത്തരത്തിലുള്ള പേഷ്യൻസിനെ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാ പറയുന്നത്. അത്തരത്തില് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലെ കിഡ്നിയുടെ ഫങ്ഷൻസ് നഷ്ടമാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഇനി രണ്ടാമത്തെ കേസ് യൂസ്ഡ് ഫോർ പേഷ്യൻസ് who have
പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ, ഒക്കെ പെർമനന്റ് ആയിട്ട് അല്ലെ, സ്ഥിരമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ റീനൽ എന്നാണ് കേട്ടോ. എന്താണ് ചോദിച്ചത്? ഓക്കെ, അപ്പൊ നോക്കി അവർക്ക് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് സംബന്ധിച്ച എന്നൊരു അർത്ഥമാണ് അതിന് വരുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ, അപ്പൊ അതിനെ അറിയപ്പെടുന്ന പേരാണ്, ആ ഒരു കണ്ടീഷനെ അറിയപ്പെടുന്ന പേരാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് സിറ്റുവേഷൻ ആണ് പഠിച്ചത്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഡയാലിസിസ് ആവശ്യമായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒന്നാമത്തത് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താൽ അല്ലെ, പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും കാരണത്താല് അവിടെ കിഡ്നിയിൽ പാമ്പ് കടിയേറ്റതാവാം, അല്ലെങ്കിൽ ഒരു എലിപ്പനി വന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചതിന്റെ എന്തെങ്കിലും മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ അത്തരത്തിലുള്ള കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിലുള്ളവർക്ക് ഡയാലിസിസ് ആവശ്യമായി വരുന്നുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് who have permanently lost kidney function, അവർക്ക് എന്ത് ചെയ്യുന്നു, സ്ഥിരമായിട്ട് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള സിറ്റുവേഷനുള്ള ആളുകളെയാണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് ഒരു ഡയാലിസിസ് എപ്പോഴും ബെനിഫിഷ്യൽ ആണ്. ഈ രണ്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് ഡയാലിസിസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പ് ആരാണ് എപ്പോഴും ഡയാലിസിസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യാനായിട്ട് ആവശ്യം ആളുകൾ. ക്ലിയർ ആണോ? അത് രണ്ടെണ്ണവും ഇനി അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? രണ്ട് യൂസേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ആ പേരുകൾ ഒന്ന് നോക്കി വെച്ചേക്കണേ. ഓക്കെ, അതില ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI. നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് കേട്ടോ രണ്ടാമത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് രണ്ടു പേരും ഒന്ന് തന്നെയാണ് കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. കിഡ്നി എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ റീനൽ എന്ന് പറഞ്ഞാലും. നോക്കി, ഇവിടെ AKIയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം എക്സ്പാൻഡഡ് ഫോംസ് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ എപ്പോഴും, അതായത് പിന്നീട് നമ്മൾ ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ AKI എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ തന്നിരിക്കുന്നത്. അപ്പൊ അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണ് ഇന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പേഷ്യൻസ് ഇത് അതായത് അക്യൂട്ട് റീനൽ ഫെയിലിയർ സംഭവിച്ചവരുടെ, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ചോദിക്കാം, ഡയാലിസിസ് മേ ബി യൂസ്ഫുൾ, രണ്ട് സിറ്റുവേഷൻസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ബോത്ത് A and B എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് വന്നേക്കാം, ഈ രണ്ടെണ്ണവും തന്നിട്ട്. അല്ല എങ്കിൽ ഡയാലിസിസ് എന്താണ്, പേഷ്യൻസ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് സിറ്റുവേഷൻ ആണ്. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന ഓപ്ഷൻ ഉണ്ടാവാം, എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ, ക്രോണിക് റീനൽ ഫെയിലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവാം. അപ്പൊ ഇതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ളൊരു അർത്ഥമാണ്. പെട്ടെന്ന്. അപ്പൊ പെട്ടെന്നാവുമ്പോ റീസെന്റ് എന്നുള്ളൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. റീസെന്റ്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥം. അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്തിടെ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അക്യൂട്ട് എന്നൊരു വേർഡിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതേസമയം പെർമനന്റ്ലി ലോസ്റ്റ് ആണ്, സ്ഥിരമായിട്ട്. അവർക്ക് സ്ഥിരമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും, അത് എന്താണെന്നുള്ളത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. പെർമനന്റ്ലി എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി പ്രവർത്തനം നഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ വിട്ടുമാറാത്തൊരവസ്ഥയാണ്. മനസ്സിലായോ? അതൊരു ക്രോണിക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള എന്നൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ക്രോണിക് അതല്ലെങ്കിൽ ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇവിടെ ഇങ്ങനെ ഒരു പെർമനന്റ്ലി എന്ന് പറയുമ്പോൾ അത് ക്രോണിക് എന്നൊരു വേർഡുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKIയുടെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് മിക്ക എക്സ്പാൻഡഡ് ഫോംസും ഉണ്ട്.
അത് ചോദിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി മാത്രമാണ് ഇപ്പൊ ഈ ഒരു പേജിൽ നമുക്ക് എക്സ്പാൻഡ് ഫോം തന്നിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തത് മാത്രം പഠിച്ചാൽ മതിയേ. ഓക്കെ, അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ നോട്ട്സിലുണ്ട് എങ്കിൽ അത് മാത്രം പഠിക്കാം കേട്ടോ. പുറത്തു നിന്ന് നെക്സ്റ്റ് ഒന്നും ചോദിക്കില്ല. നോട്ട്സിലുണ്ട് എങ്കിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അപ്പൊ അതില് ഈ ഒരു എക്സ്പാൻഡ് ഫോം മാത്രമല്ല, ഇനി നമ്മുടെ പേജസ് ഓരോ പേജസിലും മിക്ക എക്സ്പാൻഡ് ഫോമുകളും വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരുമിച്ച് ഒരു പേപ്പറിലോ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇവിടെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI എന്ന് ചോദിക്കാറുണ്ട്. Then a sudden episode of kidney failure or kidney damage. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഇസ് എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. ഏതാണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ ഒരു സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അല്ലെ. അതല്ലാതെ ഒരുപാട് നാളായിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്യുന്ന ആളുകൾക്കല്ല. പെട്ടെന്ന് എന്തെങ്കിലും കാരണത്താൽ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ വളരെ അടുത്തായിട്ട് പെട്ടെന്ന് അതായത് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKI. And that happens within a few hours or days. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്നതാവാം. And AKI is normally treated in a hospital setting with intravenous fluids given through the vein. നമുക്കിത് നോർമലി എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഒരു AKI വന്നു, പെട്ടെന്ന് അവരുടെ ഒരു കിഡ്നിയുടെ ഫെയിലിയർ ആക്കി അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രാവീനിയസ് ഫ്ലൂയിഡ്സ് നമ്മുടെ വെയിൻസിലൂടെ ഇൻജെക്ട് ചെയ്ത് അല്ലെ, IV ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വെയിൻസിലൂടെ നമുക്ക് ഫ്ലൂയിഡ്സ് ആയിട്ട് മരുന്നുകൾ എന്ത് ചെയ്യാം, ഫ്ലൂയിഡ്സ് ആയിട്ട് ഇൻട്രാവീനിയസ്ലി നമ്മുടെ വെയിൻസിലൂടെ നമുക്ക് വെയിൻസിൽ IV കാനുലാസ് ഒക്കെ പ്ലേസ് ചെയ്ത് അതിലൂടെ നമുക്ക് ഫ്ലൂയിഡ്സ് വഴി നമുക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ഇതിനെ നോർമൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇതൊരു സാധാരണ കേസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആണ് അവരുടെ കേസ് എന്നുണ്ടെങ്കിൽ, ഇൻ ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം till the kidneys get better. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ് ഒരു ക്രിട്ടിക്കൽ കേസ്. കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. അത് എത്രത്തോളം സമയത്തേക്ക് മാത്രമായിരിക്കും? വളരെ ഷോർട്ട് ടൈം മാത്രമായിരിക്കും നമ്മൾ ഡയാലിസിസ് ചെയ്യുക. till the kidneys get better. അവരുടെ കിഡ്നി എപ്പോഴാണോ ബെറ്റർ ആയിട്ട് നോർമൽ ആയിട്ട് പ്രവർത്തനം ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അത്രയും സമയത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അവർക്ക് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ട് ടൈം ആണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയില് 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വേറെ ഒന്നും മനസ്സിലാക്കണ്ട. ഒന്നാമത്തെ കാര്യം, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ AKIയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു കാരണത്തിന്റെ ബേസിസിലാണ് അവരുടെ കിഡ്നി ഫെയിലർ ആയി പോകുന്നത്. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകും, ഇപ്പൊ ഒരു പേവിഷ അതിലൊരു എന്താണ് എന്തെങ്കിലും ഒരു പോയിസൺ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇപ്പൊ എലിപ്പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് മൂലമാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുണ്ടാവുന്ന ഒരു കാരണം കൊണ്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ അവരുടെ കിഡ്നി എന്ത് ചെയ്യുന്നു, ഡാമേജ് ആയി പോകുന്ന കണ്ടീഷനാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി പോയില്ലെങ്കിൽ ഡൗട്ട് വരും അടുത്തത് പറയുമ്പോ. അത് ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ AKI സാധാരണ അതായത് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, മരുന്നിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇൻട്രാവീനിയസ് ആയിട്ടുള്ള നമുക്ക് IV ഫ്ലൂയിഡ്സിലൂടെ നമുക്ക് നരമ്പിലൂടെ ഇൻജെക്ട് ചെയ്ത് മരുന്നുകൾ കൊടുത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇനി ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ് അല്ലെങ്കിൽ കുറച്ച് ഗുരുതരമാണെങ്കിൽ നമ്മുടെ ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് പ്രിഫർ ചെയ്യുക. അത് എത്രത്തോളം സമയം മാത്രമേ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യുന്നുള്ളൂ? അവരുടെ കിഡ്നി നോർമലായിട്ട് എപ്പോ ബെറ്റർ ആയിട്ട് വരുന്നോ അപ്പൊ മുതൽ കിഡ്നി പ്രവർത്തിച്ചോളൂ അല്ലെ. അപ്പൊ അത്രയും സമയത്തേക്ക് മാത്രം നമ്മൾ ആ ഒരു ഷോർട്ട് പീരീഡിലാണ് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരിക്കലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉള്ളവർക്ക് അവർക്ക് കാലാകാലം ഡയാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അവർക്ക് കാലാകാലം അവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ആ ഒരു കിഡ്നി പെട്ടെന്ന് എന്തെങ്കിലും കാരണത്താലായിരിക്കും പ്രവർത്തിക്കാതിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അതിന് നല്ല ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കിട്ടിയാൽ അവരുടെ കണ്ടീഷൻ ബെറ്റർ ആവും. മനസ്സിലായോ? അവരുടെ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് എപ്പോ പ്രാപ്തമാവുന്നോ
അത്രയും സമയം വരെ മാത്രം നമുക്ക് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം മതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആ ഒരു കിഡ്നി റിക്കവർ ആയി വരുന്നുണ്ട്. ഇനി അടുത്തത് പഠിക്കുമ്പോ അടുത്തത് പെർമനന്റ്ലി ആണ്. അപ്പൊ പെർമനന്റ്ലി എന്ന് പറയുമ്പോൾ പിന്നെ അത് കിഡ്നി റിക്കവർ ആയി വരുമോ? വരില്ല. അപ്പൊ അതിന്റെ പ്രത്യേകത ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് മിസ് പിന്നെയും പറഞ്ഞു തരുന്നത്, AKLല് ഒരിക്കലും നമുക്ക് അവർക്ക് കാലാകാലങ്ങളിൽ ഡയാലിസിസ് വേണ്ട. അവരുടെ ആ ഒരു കിഡ്നി നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നത് എത്ര സമയത്തിനുള്ളിൽ അവർ ബെറ്റർ ആയി വരുന്നോ അത്രയും സമയത്തേക്കുള്ള ഒരു ഷോർട്ട് ടൈം മാത്രം അവിടെ ഡയാലിസിസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി മനസ്സിലായോ? ഫസ്റ്റ് വൺ ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് വണ്ണിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും കേട്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയർ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രണ്ടാമത് പറഞ്ഞില്ലേ, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നും അതിനെ പറയും കേട്ടോ. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നത്. ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാലും കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത, ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, end stage kidney failures happen when the kidneys are functioning at only 10 to 15% of their normal function. ഇവിടെ നമ്മൾ ആ രണ്ടാമത്തെ സിറ്റുവേഷൻ തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. പെർമനന്റ്ലി ലോസ് കിഡ്നി ഫങ്ഷൻസ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടുത്തെയും, അതേ കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് സാധാരണ നാഷണൽ കിഡ്നി ഫൗണ്ടേഷന്റെ കണക്ക് പ്രകാരം അവർ ഈ ഒരു കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഇതിനെ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്നും പറയാറുണ്ട് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് ആണ്, എൻഡ് സ്റ്റേജ് ആണ്. ആ ഒരു എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിലും എന്താണ് അവിടെ പ്രത്യേകത? ഇവിടെ ഇപ്പൊ ഒരു നോർമൽ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഒരു നോർമൽ ഫംഗ്ഷൻ 100 എന്ന് എടുക്കാം, 100% നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ കിഡ്നി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അതിൽ 10 മുതൽ 15% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആ കിഡ്നി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? അത്രയും അവരുടെ കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് അറ്റ് ദിസ് സ്റ്റേജ് ദ കിഡ്നീസ് വിൽ നോട്ട് ബി ഏബിൾ ടു കീപ് യു അലൈവ് വിതൗട്ട് എക്സ്ട്രാ ഹെൽപ്പ്. ഒരു കിഡ്നിക്ക് ഈ ഒരു സ്റ്റേജിൽ അവിടെ ആ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റുമോ? പറ്റുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജില് കിഡ്നിക്ക് സജീവമായിട്ട് നിലനിർത്തണമെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ആ സപ്പോർട്ടാണ്, ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമാണ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ESKD. അവിടെയും ഒരു എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും തന്നിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ESKDയുടെ എക്സ്പാൻഡഡ് ഫോം ഏതാണ്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഇതെല്ലാം ഒന്നിന് കിഡ്നി ഫെയിലിയർ എന്ന് തന്നെ പറയുന്ന മറ്റു പേരുകളാണ് കേട്ടോ. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ESKD ചോദിക്കാറുണ്ട്, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. And with kidney failure, dialysis is only able to do some of the work of healthy kidneys, but it's no cure for the kidney disease. But dialysis treatment നമുക്ക് ഇവർക്ക് കൊടുക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കിഡ്നി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഡയാലിസിസ് കൊണ്ട് ചെയ്യാൻ പറ്റും ഇല്ല. ഓൾമോസ്റ്റ് അത്യാവശ്യം വേണ്ട കുറേയധികം പ്രവർത്തനങ്ങള് നമുക്കൊരു ഹെൽത്തി കിഡ്നി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിൽ കുറെ അധികം വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിലൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കിഡ്നി ഡിസീസിന് വേണ്ടിയുള്ള ഒരു പരിഹാരമാണോ? അത് ക്യൂർ ചെയ്യോ? കിഡ്നി ഡിസീസിനെ മാറ്റുമോ? അത് അല്ലെങ്കിൽ ഫെയിലിയറിനെ മാറ്റാനായിട്ടുള്ള ഒരു പരിഹാരമാണ്? അല്ല. ഇതൊരു സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വിത്ത് ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ് will require dialysis for the rest of your life or until he or she is able to get a kidney transplant. ഈ ഒരു റീനൽ ഫെയിലിയർ സംഭവിച്ച ഒരു പേഷ്യന്റ് കാരണം പെർമനന്റ്ലി അവരുടെ കിഡ്നി പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10 മുതൽ 15% വരെ അവരുടെ കിഡ്നി പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് കുറച്ച് നാൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതൊരു ക്യൂർ അല്ല, പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമല്ല കിഡ്നി ഫെയിലിയറിന് വേണ്ടിയിട്ടുള്ളത്. അവരങ്ങനെ ഒരു കിഡ്നി ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ, അവർക്ക് ജീവിതകാലം മുഴുവനും അവർ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ അവർക്ക് അവർ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്താ, ഡയാലിസിസ് വേണ്ട, എനിക്ക് കുറച്ച് നാളും കൂടി വേണമെങ്കിൽ
മാറ്റി വെക്കേണ്ടി വരും അല്ലെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടതായിട്ട് വരും. രണ്ട് ഓപ്ഷൻസ് ആണ് ഇവരുടെ ഉള്ളത്. ഒരു കിഡ്നി ഫെയിലിയർ, ഒരു ക്രോണിക് കിഡ്നി ഫെയിലിയർ സംഭവിച്ചത്, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് അല്ലെ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആണെങ്കിൽ അവിടെ കിഡ്നി ബെറ്റർ ആവുന്നുണ്ട്, റിക്കവർ ആവുന്നുണ്ട് അല്ലെ. ആ ഒരു ഡാമേജിൽ നിന്നും റിക്കവർ ആയി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരുടെ നോർമൽ ലൈഫിലേക്ക് പോവാണ്. അതേസമയം ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഒരിക്കലും അവരുടെ കിഡ്നി പൂർണ്ണമായിട്ടും ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അത് തിരിച്ച് റിക്കവർ ആയി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ട് ടേം ഡയാലിസിസ് നമുക്ക് പറ്റില്ല. മറിച്ച് എന്താ, എത്ര നാൾ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ്, എത്ര നാൾ അവർ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും പിന്നീടുള്ള ലൈഫ് മുഴുവനും അവര് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവര് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ട്? ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഈ ഒരു കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പോൾ അവരുടെ പെർമനന്റ്ലി അവരുടെ കിഡ്നി ഫങ്ഷൻസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ലോങ് ടേം ആയിട്ടുള്ള കിഡ്നി ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അല്ലാതെ അവരുടെ കിഡ്നിയുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ സാധ്യമല്ല. അതിനുവേണ്ടി ഒരു എക്സ്ട്രാ ഹെൽപ്പ് പോലെ നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് അവരുടെ ജീവിത കാലഘട്ടമുള്ളതുടനീളം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്നൊക്കെ പറയുന്നത് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. വേഗം അത് രണ്ടും ഒന്ന് വായിച്ചു വെക്കാം. അതിന്റെ എക്സ്പാൻഡ് ഫോംസ് രണ്ടിന്റെയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിക്കാനുള്ളതാണ് MKAയും ESKDയും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. വേഗം ഒന്ന് രണ്ടും വായിച്ചു നോക്കാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ശരി, ക്ലിയർ ആണോ? ഇത് രണ്ടും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഡൗട്ട് വരരുത് കേട്ടോ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് how it works. Dialysis discharges some of the duties that kidney normally does to keep your body in balance. അപ്പൊ നമുക്ക് നമ്മുടെ കിഡ്നി എങ്ങനെയാണോ നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ കുറച്ച് ഡ്യൂട്ടീസ് നമുക്ക് കിഡ്നി ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ നമ്മുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി താഴെ പറയുന്ന കുറെ അധികം ഡ്യൂട്ടീസ് നമ്മുടെ കിഡ്നി നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മുടെ ഒരു നോർമൽ ഫങ്ഷനിങ് ആയിട്ടുള്ള നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയെ ബാലൻസ് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ആ പ്രവർത്തനങ്ങളാണ് താഴെ പറയുന്നത് കേട്ടോ. അപ്പൊ പോയിന്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് പോയിന്റ്, properly functioning kidneys prevent extra water, waste and other impurities from piling up in the body. Piling up എന്നാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന നന്നായി പ്രവർത്തിക്കുന്ന കിഡ്നി ഉണ്ട് എങ്കിൽ അതെന്ത് സഹായിക്കുന്നുണ്ട്? പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ വാട്ടറോ വേസ്റ്റോ മറ്റെന്തൊരു ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ മലിനീകരണങ്ങളോ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്നതിനെ ആര് തടയുന്നുണ്ട്? നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ചെയ്യുന്ന കിഡ്നീസ് തടയുന്നുണ്ട് അല്ലെ? തടയുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് വേസ്റ്റും ഫ്ലൂയിഡും ഒക്കെ റിമൂവ് ചെയ്ത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ? ശരിയാണോ? അപ്പൊ നല്ല പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി ആണെങ്കിൽ അത് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിനെ ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്.
സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് they also help to control blood pressure and control the levels of chemical elements in the blood. നമ്മുടെ ബ്ലഡിലുള്ള നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് കൂടാതെ കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ എലമെന്റ്സ് ആണ് ദീസ് എലമെന്റ്സ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, അല്ലെ? സോഡിയം പൊട്ടാസ്യം ഒക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലോ, അല്ലെ? നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന കെമിക്കൽ എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള ഇങ്ങനെയുള്ള സോഡിയം, പൊട്ടാസ്യം മുതലായിട്ടുള്ള കെമിക്കൽ എലമെന്റ്സിനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ? നമ്മുടെ ബോഡിയില് എക്സ്ട്രാ വാട്ടറോ വേസ്റ്റോ മറ്റ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളോ വന്ന് അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നത് ആരാണ്? നന്നായി പ്രവർത്തിക്കുന്ന ഒരു കിഡ്നീസ് ഉണ്ടെങ്കിൽ അവ തടയുന്നുണ്ട് അതിനെ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം മുതലായവയുടെ ലെവലും കൃത്യമായിട്ട് നിയന്ത്രിച്ചു നിർത്തുന്നു. Then third point, kidneys even activate a form of vitamin D that enhances the absorption of calcium. അപ്പൊ ഇവിടെ കിഡ്നീസ് ആ ഒരു വിറ്റാമിൻ ഡിയുടെ ഒരു ആക്ടിവേറ്റഡ് ഫോമിനെ എന്ത് ചെയ്യുന്നു? അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് വിറ്റാമിൻ ഡിയുടെ ആക്ടിവേറ്റ് ചെയ്യാണ് കിഡ്നി. എന്തിനു വേണ്ടിയിട്ടാണ്? വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്ത് ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ ആണ് കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോൺ. ആ കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ദാറ്റ് റെഗുലേറ്റ് ദ കാൽസ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹോർമോണാണ് ഈ കാൽസിട്രിയോൾ. അപ്പൊ ഈ കാൽസിട്രിയോളിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് ആരാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കിഡ്നിയാണ് വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്ത് ഈ കാൽസിട്രിയോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിലൂടെയാണ് നമുക്ക് ആ ഒരു ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവല് ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നതും. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് പോയിന്റ്, when kidneys are unable to perform this function, ഇപ്പൊ കിഡ്നിക്ക് ഈ വക പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കിഡ്നി ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം ഡ്യൂ ടു ഡിസീസ് ഓർ ഇൻജുറി. എന്തെങ്കിലും പരിക്കുകൾ വഴി ഡാമേജ് സംഭവിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആയി പോയിട്ടാവാം. ഓർ ഇറ്റ്സ് ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അപ്പൊ കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത്, അതേ രീതിയിൽ സാധ്യമായ രീതിയിൽ നമ്മുടെ ബോഡി നന്നായിട്ട് സുഖമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് സഹായം വേണ്ടി വരും? ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ആവശ്യമായി വരും. വിത്തൗട്ട് ഡയാലിസിസ്, ഇപ്പൊ ഒരു ഡയാലിസിസ് നമ്മൾ ചെയ്തില്ല, കിഡ്നി ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സോൾട്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ് വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് വേസ്റ്റുകൾ അടിഞ്ഞുകൂടും, അല്ലെ? അടിഞ്ഞുകൂടുകയും പോയ്സൺ ദ ബോഡി ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്. ബോഡിയെ പോയ്സണസ് ആക്കുകയും മറ്റ് ഓർഗൻസിനെ കൂടി അത് ഡാമേജ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോ ഹൗ ഇറ്റ്സ് വർക്സില് ഒരു ഡയാലിസിസ് ശരിക്കും നമ്മുടെ നോർമൽ ആയിട്ടുള്ള കിഡ്നി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ അതിനോട് സിമിലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് കുറെ അധികം ഡ്യൂട്ടീസ് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താഴെ പറയുന്ന ഓരോ പോയിന്റ്സും പ്രധാനമായിട്ടും നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി ആണെങ്കിൽ അത് എന്തിനെ തടയുന്നുണ്ട്? നമ്മുടെ ബോഡിയുടെ എക്സ്ട്രാ വാട്ടറോ വേസ്റ്റോ അതുപോലെ മറ്റ് ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളോ അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡിലുള്ള കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം മുതലായിട്ടുള്ള കെമിക്കൽ എലമെന്റ്സിന്റെയും ആ ഒരു ലെവല് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് കിഡ്നീസ് വിറ്റാമിൻ ഡിയുടെ ആക്ടിവേറ്റ് ചെയ്യുകയും വിറ്റാമിൻ ഡിയുടെ ഒരു ഫോം ഓഫ് വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുകയും അതിലൂടെ കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹോർമോൺ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഫോർത്ത് പോയിന്റിൽ പറഞ്ഞത് ഇങ്ങനെ നന്നായിട്ട് കിഡ്നി പെർഫോം ചെയ്യാതെ വന്നാൽ എന്ത് പറ്റും? ഒന്നിലെയും രോഗം എന്തെങ്കിലും ഡിസീസുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടാവാം കിഡ്നിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല.
ആ സമയത്ത് അവരുടെ ആ ഒരു ബോഡി നന്നായിട്ട് നോർമൽ ആയിട്ട് പോസിബിൾ ആയിട്ട് പോകണമെങ്കിൽ അവിടെ എന്തിന്റെ സഹായം വേണം? ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ സപ്പോർട്ട് വേണം. ഇനി ഡയാലിസിസ് ചെയ്തില്ല എങ്കിൽ അവിടെ കേസസും അതുപോലെ തന്നെ മറ്റ് അതർ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ബ്ലഡില് അടിഞ്ഞുകൂടുകയും അത് ബോഡിയെ പോയ്സണസ് ആക്കുകയും മറ്റ് ഓർഗൻസിനെ ഡാമേജ് ആക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഹൗ ഇറ്റ്സ് വർക്ക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. തേർഡ് പോയിന്റ്, കിഡ്നി ഈസ് ഇവൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വിറ്റാമിൻ ഡി. കിഡ്നി എന്ത് ചെയ്യുന്നു? വിറ്റാമിൻ ഡിയുടെ ഒരു ഫോം ഓഫ് വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വിറ്റാമിൻ ഡി എന്ത് ചെയ്യുന്നു? ആ ഫോം ഓഫ് വിറ്റാമിൻ ഡി കാൽസിട്രിയോൾ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ എന്തിനു സഹായിക്കുന്നതാണ്? ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ സഹായിക്കും. അത് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. കാൽസ്യത്തിന്റെ ലെവല് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്ത് കാൽസിട്രിയോൾ എന്ന് പറയുന്ന ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് കിഡ്നിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഫോർത്ത് വണ്ണില് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കിഡ്നി പ്രവർത്തിക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ? ആ ഫങ്ഷൻ ഒക്കെ കിഡ്നി പ്രവർത്തിക്കാതെ വന്നാൽ, ഈ കിഡ്നി നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു, അതിന്റെ ഫലമായിട്ട് കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല, കിഡ്നി ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ബോഡിയിൽ നടക്കുന്നില്ല, അല്ലെ? അപ്പൊ നമ്മുടെ ബോഡി നന്നായിട്ട് പിന്നെയും മുന്നോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് സഹായം വേണം? ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ കിഡ്നി ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ഒരു ഡാമേജ് സംഭവിച്ച ആൾക്ക് ഡയാലിസിസ് ചെയ്തില്ല എങ്കിൽ അവരുടെ ബോഡിയിൽ വേസ്റ്റും മറ്റ് സോൾട്സോ മറ്റു രീതിയിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും എന്ത് ചെയ്യുന്നു? ബ്ലഡില് അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ ബോഡിയെ പോയ്സൺ ചെയ്യുന്നു, മറ്റ് ഓർഗൻസിനെയും കൂടി ഡാമേജ് ആക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. നമ്മൾ ഒരു 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഹീമോ ഡയാലിസിസ്, സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതില് ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. ഏതാ പറഞ്ഞേ? ഹീമോ ഡയാലിസിസ് കേട്ടോ. അതിനെ ഇനി നമ്മൾ അങ്ങോട്ട് HD എന്നായിരിക്കും മെൻഷൻ ചെയ്യുക കേട്ടോ. HD ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് HD എന്താണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എക്സ്പാൻഡിൽ ഓരോ എക്സ്പാൻഡ് ഫോമിൽ കൊടുത്തിരിക്കുന്നത് മാത്രം മതി, പക്ഷെ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ HD എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഹീമോ ഡയാലിസിസ് ആണ് ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ. ഓക്കെ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോ ഡയാലിസിസ്. നമ്മളെയും ചെയ്ത് വെച്ച് ഡയാലിസിസിലെ ടൈപ്പില് ഏറ്റവും കോമൺ ആയിട്ടുള്ള മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. Hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. ഇവിടെ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഇവിടെ നമ്മളൊരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ പ്രവർത്തനം നടക്കുന്നില്ല, അല്ലെ? കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതിന് പകരം നമുക്ക് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡും വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഡയാലിസിസ് മെഷീനും ഒരു സ്പെഷ്യൽ ഫിൽറ്ററും നമ്മൾ ഈ ഒരു ഹീമോ ഡയാലിസിസിൽ ഉപയോഗിക്കുന്നുണ്ട്.
and it's called an artificial kidney. അപ്പൊ ആ ഒരു ഡയാലിസിസ് മെഷീനെയും ആ ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലൈസർ. എന്തുകൊണ്ടാണ് അത് പറയുന്നത് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒരു കിഡ്നി ചെയ്യേണ്ട, ബോഡിയുടെ അകത്ത് ഒരു കിഡ്നി ചെയ്യേണ്ട പ്രവർത്തനങ്ങള് നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു? അതാരിപ്പോ ചെയ്യുന്നത് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിൽ? ഇവിടെ ഹീമോഡയാലിസിസിൽ ആ പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നു? ഡയാലിസിസ് മെഷീനും അതിനോടൊപ്പം ഉള്ള സ്പെഷ്യൽ ഫിൽറ്ററുമാണ് ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഹീമോഡയാലിസിസ് മെത്തേഡില് ഈ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്. This artificial kidney or hemodialyzer that eliminate waste and surplus fluid from the blood. ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോഡയാലൈസർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റസിനെയും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. And the filtered blood is then sent back to the body with the help of a dialysis machine. ഈ ഒരു ഫിൽറ്റർ ചെയ്തെടുത്ത പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ആ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോട് കണ്ട് തന്നെ നമ്മൾ തിരിച്ചവരുടെ ബോഡിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും വരെ ഒന്നുകൂടി നോക്കാം. Hemodialysis അല്ലെങ്കിൽ HD എന്ന് പറയുന്നത് the most common type of dialysis is hemodialysis. ഏറ്റവും കോമൺ ആണ് ഹീമോഡയാലിസിസ് ആണ് നമ്മുടെ 3 ടൈപ്പിലും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ടൈപ്പ് ആണ് ഹീമോഡയാലിസിസ്. ചോദിക്കാറുണ്ട് ഏറ്റവും കോമൺ ഏതാണ് ഇതിൽ 3ലും? ഹീമോഡയാലിസിസ് തന്നെയാണ്. ഹീമോഡയാലിസിസിലെ ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു ഡയാലിസിസ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ടായിരിക്കും. ആ ഡയാലിസിസ് മെഷീനെയും ആ സ്പെഷ്യൽ ഫിൽറ്ററിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ. മനസ്സിലായോ? അത്രയും ക്ലിയർ ആണോ? ആ ഒരു ഡയാലിസിസ് മെഷീനെയും ആ ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും, കാരണം എന്താ? കിഡ്നി ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ പുറത്ത് ഈ ഒരു മെഷീനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ആ ഒരു മെഷീനെയും സ്പെഷ്യൽ ഫിൽറ്ററിനെയും ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നു? ആ കിഡ്നി എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ചെയ്യും അവര്, അല്ലെ? ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് മറ്റ് വേസ്റ്റസും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും, അല്ലെ? അങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുത്ത ഫിൽറ്റർ ചെയ്തെടുത്ത ബ്ലഡിനെ തിരിച്ച് ഈ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ അവരുടെ ബോഡിയിലേക്ക് തിരികെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയൊക്കെയാണോ? സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ എന്താ പ്രത്യേകത? ഓരോരോ പ്രോസസ്സും നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കിട്ടും. ഒരുപാട് അങ്ങ് ബൈഹാർട്ട് ഇരുന്ന് പഠിക്കണം, മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. മനസ്സിലാക്കി വെക്കുക അത് എന്താണ് എന്ന്, ഓരോന്നിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ശരി, അടുത്തത് ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് എ മൈനർ സർജറി is required to make a vascular access site that is opening into one of your blood vessels normally in the patient's arm. അപ്പൊ നമുക്ക് ഈ ഒരു ഹീമോഡയാലിസിസ് ചെയ്യണമെങ്കിൽ അതിന് മുൻപായിട്ട് ചെറിയൊരു സർജറി ചെയ്യണം. പ്രധാനമായിട്ടും നമ്മുടെ കൈകളിലാണ് ചെയ്യാറ്, എങ്കിൽ പോലും ചില കേസുകളിൽ ഇപ്പൊ കയ്യിലൊക്കെ വെയിൻസോ കാര്യങ്ങളോ ബ്ലഡ് വെസലോ കൃത്യമായിട്ട് കിട്ടാത്തവരാണെങ്കിൽ കാലിൽ ചെയ്യാറുണ്ട്. ചില കേസുകളിൽ കഴുത്തിലും ചെയ്യാറുണ്ട്. കണ്ടു കാണുമായിരിക്കും നിങ്ങൾ ഡയാലിസിസ് ചെയ്ത ആളുകളുടെയൊക്കെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ ഇതുപോലെ ഫിസ്റ്റുലാസ് എന്താണ് ഇപ്പൊ അതുപോലെ എന്താണ് ഇൻട്രാക്യൂനിയസ് ആയിട്ടുള്ള കാനുലാസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഒരു ചെറിയ മൈനർ സർജറി ഈ ഒരു ഹീമോഡയാലിസിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അവരുടെ വാസ്കുലാർ അസസ് സൈറ്റ്, അതായത് അവരുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു മൈനർ സർജറി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വാസ്കുലാർ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി എന്തിനു വേണ്ടി? ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി ഒരു ചെറിയ മൈനർ സർജറി നമ്മൾ ചെയ്യും. നോർമലി ഇൻ ദ പേഷ്യന്റ്, സാധാരണയായിട്ട് പേഷ്യൻസിന് കൈകളിലാണ് കൂടുതലും ചെയ്യാറ്. ഇനി the access site is important, have an easy way to get blood from the body. ഈ ഒരു access site ക്രിയേറ്റ് ചെയ്താൽ, അപ്പൊ അവിടെ ഒരു ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ ഒരു ബ്ലഡ് വെസൽസിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് എളുപ്പത്തിൽ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് വെസലിലൂടെ എടുക്കാം, അല്ലെ? അതുപോലെ തന്നെ തിരികെ കയറ്റാനും പറ്റും.
So through the dialyzer and the blood into the body. അതുപോലെ തന്നെ ഈ മെഷീന്റെ സഹായത്തോടു കൂടി നമുക്ക് വലിച്ചെടുക്കാനും തിരികെ പ്യൂരിഫൈ ചെയ്ത് കയറ്റാനും എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു അസസ് സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ മൈനർ സർജറി. എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ് ഫോർ ഹീമോഡയാലിസിസ്. അപ്പൊ ഇനി നമ്മുടെ ഇനി പഠിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള അസസ് സൈറ്റുകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു അസസ് സൈറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് അല്ല ഉണ്ടാകുന്നത്. പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഹീമോഡയാലിസിന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അസസ് സൈറ്റുകൾ ഏതാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയാം. അതിന്റെ ഭാഗം ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അതിന് മുൻപ് വരെ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി, താങ്ക് യു.